ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിങ്കോണിയം പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമ്മൾ സിങ്കോണിയം പ്ലാന്റ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സുന്ദരിയായ സിങ്കോണിയം പ്ലാന്റിനെ കുറിച്ച് അല്ലേ. ഇന്ന് നമുക്ക് ബാക്കിയുള്ള കോമൺ വെറൈറ്റിയിൽപ്പെടുന്ന സിങ്കോണിയം പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും എന്നുള്ളതാണ്. ഈ സിങ്കോണിയം പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരു കോമൺ വെറൈറ്റിയിൽപ്പെടുന്ന സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. പ്രത്യേകിച്ച് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. നല്ല ഷെയ്ഡിൽ വളർത്തുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഇലകളോടുകൂടി നല്ല ബുഷിയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ സിങ്കോണിയം പ്ലാന്റ്സ്. ഇതിന് അധികം വളം വേണ്ട, വെയിൽ വേണ്ട, എന്നാൽ തണൽ കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇഷ്ടവുമാണ്. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഈ പിങ്ക് ലീഫോട് കൂടിയ സിങ്കോണിയം വെറൈറ്റിയാണ്. ഈ പിങ്ക് ലീഫിന് ഇത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഇതിൽ കലരുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. തളിരിലകൾ പ്രത്യേകിച്ച് ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്. തളിരിലകളാണ് ഇതിൻ്റെ പിങ്ക് ഷെയ്ഡ് കൂടുതൽ ഉള്ളത്. പിന്നെ ഇത് ഈ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയാണ് പച്ചയും അതിലിങ്ങനെ പിങ്ക് ലൈൻസോട് കൂടിയിട്ടുള്ള ഈ ചെടി. ഇതിലെ പച്ച എന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് പച്ചയാണ്, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വെയിൻസിനൊരു പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട്. ഈ ചെടിയും കാണാൻ നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട്. ഇതും നമുക്കിങ്ങനെ മണി പ്ലാന്റൊക്കെ പോലെ മുകളിലേക്ക് വളർത്താനോ പിന്നെ അതുപോലെ പടർത്താനൊക്കെ പറ്റുന്ന മറ്റ് ചെടികളിലൊരു താങ്ങ് കൊടുത്ത് പടർത്താനൊക്കെ പറ്റുന്ന ചെടിയാണ്. ഈ ചെടിയാണ് ഈ സിങ്കോണിയത്തിൻ്റെ ഓർഡിനറി വെറൈറ്റിയിലെ ഏറ്റവും ഭംഗിയുള്ള ചെടി. ഇതിൻ്റെ ഇലകൾക്ക് വലിപ്പം തീരെ കുറവാണ്. നല്ല ഡാർക്ക് പച്ച, വെൽവെറ്റ് പോലെ തോന്നുന്നൊരില. അതിലിങ്ങനെ നല്ല പ്യുവർ വൈറ്റ് വെയിൻസും. ഇതും മണി പ്ലാന്റിനെ പോലെ തന്നെ നമുക്ക് ഒരു താങ്ങ് കൊടുത്താൽ അതിലിങ്ങനെ ചുറ്റിക്കയറ്റാനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇത് വളർത്താനുള്ള ഏറ്റവും സുഖം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോമൺ വെറൈറ്റിയിൽപ്പെടുന്ന വെള്ളയും പച്ചയും ചേർന്ന ഇലകളോട് കൂടിയത്. ഇതിൻ്റെ തളിരിലകൾ വരുമ്പോൾ നല്ല പ്യുവർ വൈറ്റായിട്ട് കാണും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ എല്ലാ ഇലകളും ഒരുവിധം കുറച്ച് മൂപ്പായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിൽ പച്ച ഷെയ്ഡ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഈ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്, താങ്ക് യു.